ആനന്ദാശ്രമം ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ഇൻചാർജ് വഹിക്കുന്ന എൻ്റെ പേര് സന്തോഷ് രവിസാനം എന്നാണ്. 1934 ജനുവരി 19 വെള്ളിയാഴ്ച പകൽ 10:30 ആനന്ദാശ്രമം ശ്രീ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. TK മാധവൻ്റെ നിർദ്ദേശപ്രകാരം ഗാന്ധിജി കേരളം സന്ദർശിച്ച വേളയിൽ കോട്ടയത്തെ പ്രത്യേക പരിപാടിയായി ആനന്ദാശ്രമത്തിൻ്റെ ഈ ഉദ്ഘാടനം 1934 ജനുവരി 19 നിർവഹിക്കുകയുണ്ടായി. ഒട്ടേറെ ചരിത്രപ്രസിദ്ധമായ സന്ദർഭങ്ങൾ കടന്നുപോയ ഒരു മണ്ണാണ് ആനന്ദാശ്രമം. 1933 നിവർത്തന പ്രക്ഷോഭം നടത്തുവാൻ തീരുമാനിക്കുന്നത് ഈ മണ്ണിൽ വച്ചാണ്. കൂടാതെ TK മാധവൻ അധ്യക്ഷനായിട്ടുള്ള ആദ്യ SNDP യോഗ യൂണിയൻ രൂപീകരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടതും ഈ മണ്ണിൽ വച്ചാണ്. ആനന്ദാശ്രമം SNDP യോഗമായി രൂപീകരിക്കുന്നതിന് മുമ്പ് സദാചാര പ്രകാശിനി സഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗുരുദേവൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ശ്രീ സത്യവ്രത സ്വാമികളാണ് ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചത്. സ്വാമി 1927 ഇവിടെ വച്ച് നിര്യാതനാകുകയും ആനന്ദാശ്രമം മണ്ണിൽ സമാധി മണ്ഡപം പണിയുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് ശിഷ്യന്മാരിൽ പ്രധാനിയായ തീർത്ഥസ്വാമികളാണ് ആനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുകയും പണി പൂർത്തീകരിക്കുകയും ചെയ്തത്. തീർത്ഥസ്വാമിയുടെ സ്മൃതി മണ്ഡപവും ആനന്ദാശ്രമത്തിൽ കുടികൊള്ളുന്നു. കൂടാതെ പ്രധാന ശിഷ്യനായ ശ്രീ പാമ്പലം വിദ്യാനന്ദ സ്വാമികളുടെയും സമാധി സ്ഥലം ആനന്ദാശ്രമമാണ്. ഗുരുദേവൻ ഉപയോഗിച്ച മുറിയാണ് ഇന്ന് ക്ഷേത്ര ശ്രീകോവിലായിട്ട് കരുതുന്നത്. ഗുരുദേവൻ അന്ന് ഉപയോഗിച്ച പായും തലയണയും ഇന്നും പ്രധാന നിധി പോലെ ഇന്ന് ശ്രീകോവിലിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആനന്ദാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ 2 തവണ സന്ദർശിക്കുകയുണ്ടായി. 1923 1928 ശ്രീനാരായണ ഗുരുദേവൻ ആനന്ദാശ്രമം സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് ആലുവ പോലെ ആനന്ദം ഉളവാക്കുന്നു എന്ന് തൃപ്പാദങ്ങൾ പറഞ്ഞതുകൊണ്ട് അന്നു മുതൽ ഈ മണ്ണ് ആനന്ദാശ്രമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗുരുദേവൻ ഇവിടെ സന്ദർശിച്ച വേളയിൽ ഈഴവത്തറവാടായ കൊച്ചുവീട്ടിൽ സന്ദർശിക്കുകയും അവിടുത്തെ വല്യമ്മ തമ്പുരാട്ടി ഭഗവാൻ എന്താണ് നൽകേണ്ടതെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ നമുക്ക് പൊടിയേരിയും ചുട്ട പപ്പടവും മതിയാവുമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. കുറച്ചു വർഷങ്ങളായി ക്ഷേത്രത്തിൽ വിശേഷ ഗുരുപൂജയ്ക്കുള്ള അന്നദാന പ്രസാദം പൊടിയേരിക്കഞ്ഞിയും ചുട്ട പപ്പടവുമാണ് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നൽകി പോരുന്നത്. ഗുരുദേവൻ്റെ അരുൾ ചെയ്ത പോലെ വിദ്യ കൊണ്ട് പ്രവൃത്തരാകുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആനന്ദാശ്രമ ശാഖായോഗം ആനന്ദാശ്രമം UP സ്കൂള് എന്ന ഒരു സ്കൂള് പ്രവർത്തിക്ക് വരികയുണ്ടായി. ദേശങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാനും ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു തലമുറയ്ക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ആനന്ദാശ്രമത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എല്ലാവർക്കും ഒരു ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് സാംജി. ഞാനിവിടെ ആനന്ദാശ്രമ സമയം കൊച്ചുവീട് എന്ന ഭവനത്തിലാണ് താമസിക്കുന്നത്. ഗുരുദേവൻ ചങ്ങനാശ്ശേരിയിൽ വന്ന കാലത്ത് വിശ്രമിച്ചിട്ടുള്ള ഒരു തറവാട്ട് വീടാണ് എൻ്റേത്. ആദ്യകാലത്ത് ഗുരുദേവൻ ചങ്ങനാശ്ശേരിയിൽ വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരികയും ഇവിടെ വിശ്രമിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. അന്നുണ്ടായിരുന്ന അമ്മൂമ്മ സ്വാമിക്ക് എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഒരു സന്ദേഹം വന്ന സന്ദർഭത്തിൽ സ്വാമി അത് സ്വയം മനസ്സിലാക്കുകയും സ്വാമി നമുക്ക് പൊടിയേരിക്കഞ്ഞിയും കനലിൽ ചുട്ട പപ്പടവും തന്നാൽ മതിയെന്ന് പറയുകയും ചെയ്തു. അത് പ്രകാരം അന്ന് ഉണ്ടായിരുന്ന അമ്മൂമ്മ പൊടിയേരിക്കഞ്ഞിയും പപ്പടവും സ്വാമിക്ക് നൽകുകയും സ്വാമി അത് ഭക്ഷിക്കുകയും ചെയ്തു.
ഇന്ന് ആനന്ദാശ്രമത്തിലെ വിശേഷാൽ നേദ്യമായിട്ട് ഉത്സവ സമയത്തുള്ള ചതയ ദിവസത്തിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾ ഇന്നും പൊടിയരിയും പപ്പടവും എൻ്റെ അമ്മ അവിടെ വെച്ച് കൊടുക്കുകയും ചെയ്തു പോകുന്നുണ്ട്. സ്വാമി അന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞറിവുള്ള ഇത് വെച്ച് വിശ്രമിച്ച മുറി നമ്മൾ ഇന്ന് പൂജാമുറിയായിട്ട് സംരക്ഷിച്ച് പോവുകയും എല്ലാ ദിവസവും അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. നമുക്കുള്ള അറിവ് വെച്ച് അന്ന് സ്വാമി വന്ന സന്ദർഭത്തിൽ സ്വാമി ആ മുറിയിൽ വിശ്രമിക്കുകയും കഥ അടച്ച് വിശ്രമിക്കുകയും നാട്ടുകാർ മുഴുവൻ ഈ മുറ്റത്ത് തടിച്ച് വന്നതായിട്ടും കൂടി നിന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. പക്ഷേ സ്വാമി കൊതക് തുറന്ന് പുറത്തിറങ്ങിയതായിട്ട് ഒരാൾ പോലും കാണുക ചെയ്തിട്ടില്ല. സ്വാമി ആനന്ദാശ്രമത്തിൽ വിശ്രമിക്കുന്നതാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. അങ്ങനെ വന്ന സന്ദർഭത്തിലാണ് സ്വാമി ആനന്ദാശ്രമം എന്നുള്ള നാമകരണം ചെയ്യപ്പെട്ടതായിട്ടാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ് എനിക്കുള്ള അറിവ്. സ്വാമിയുടെ പാദസ്പർശമേറ്റ ഒരു തറവാട്ടിലെ അംഗം എന്ന നിലയിൽ എനിക്ക് നമ്മുടെ ആൾക്കാരോട് ജനങ്ങളോട് പറയാനുള്ളത് എന്തെന്നാൽ, ഇന്നും സ്വാമിയുടെ ദർശനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും തന്നെ പുറമേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ അവനവൻ്റെ സ്വജീവിതത്തിൽ സ്വാമിയുടെ ആ ഓരോ വാക്യങ്ങളും പ്രാവർത്തികമാക്കി നമ്മൾ സമൂഹത്തിന് നന്മ വരത്തക്ക രീതിയിൽ എല്ലാവരും ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.